ലോകത്തിൽ രണ്ടാമത്തെ മനുഷ്യന്റെ ശരീരത്തിലേക്കും പന്നിവൃക്ക മാറ്റിവെച്ചു. കോൺകോഡിൽ താമസിക്കുന്ന 66-കാരനായ ടിം ആൻഡ്രൂസിന്റെ ശരീരത്തിലേക്കാണ് ജനിതകമാറ്റം വരുത്തിയ പന്നിവൃക്ക മാറ്റിവെച്ചത്. വൃക്കരോഗത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്ന ആൻഡ്രൂസ് കഴിഞ്ഞ 2 വർഷമായി ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായതിനാൽ തുടർച്ചയായി ഡയാലിസിസിന് വിധേയനായിരിക്കുകയായിരുന്നു. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിക്കപ്പെട്ട ഒരു പുതിയ പഠനത്തിന്റെ ഭാഗമായാണ് ജാനുവരി 25-ന് മസാച്യുസെറ്റ്സ് ജനറൽ ഹോസ്പിറ്റലിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പന്നിവൃക്ക മാറ്റിവെച്ചത്. പഠനത്തിന്റെ ഭാഗമായ 3 രോഗികളിൽ ഒരാളാണ് ആൻഡ്രൂസ്. ഇദ്ദേഹം ഫെബ്രുവരി 1-ന് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയെങ്കിലും വീട്ടിലേക്ക് മടങ്ങുന്നതിനു മുൻപ് ഫോളോ അപ്പുകൾക്ക് വേണ്ടി അദ്ദേഹത്തിനെ ബോസ്റ്റൺ ഏരിയയിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ആൻഡ്രൂസിന്റെ ശരീരത്തിലേക്ക് മാറ്റിവെച്ച പന്നിവൃക്കയുടെ പ്രവർത്തനം സാധാരണഗതിയിൽ മുന്നേറുകയും അദ്ദേഹത്തിന് സാധാരണ പോലെ തന്നെ മൂത്രമൊഴിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അവയവം മാറ്റിവെക്കലിൽ മുന്നിൽ നിൽക്കുന്ന വിദഗ്ധർ പറയുന്നതനുസരിച്ച് US-ൽ അവയവമാറ്റ മേഖല നേരിടുന്ന അവയവങ്ങളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ പന്നിവൃക്കയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ്രൂസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ട്രാൻസ്പ്ലാന്റ് വെയിറ്റിംഗ് ലിസ്റ്റിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഒരു മനുഷ്യവൃക്ക ലഭിക്കാൻ വെറും 9% സാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരോഗ്യനില വഷളായതിനാൽ ട്രാൻസ്പ്ലാന്റ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാൻ 50% സാധ്യതയും. തുടർച്ചയായി ഡയാലിസിസ് എടുക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ പല ദൈനംദിന പ്രവർത്തികളും ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹം വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. കൂടാതെ 2023-ലുണ്ടായ ഹൃദയാഘാതവും അദ്ദേഹത്തിന്റെ അവസ്ഥ കൂടുതൽ വഷളാക്കി. കഴിഞ്ഞ സെപ്റ്റംബറിലെ കണക്കനുസരിച്ച് ഏകദേശം 90,000 ആളുകളാണ് വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്. 2023-ൽ ആകെ നടത്താൻ കഴിഞ്ഞത് 27,000-ലധികം ട്രാൻസ്പ്ലാന്റുകളാണ്. ക്സെനോ ട്രാൻസ്പ്ലാന്റ്സ് അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൃക്ക മാറ്റിവെക്കുന്നതിൽ നിന്ന് തന്നെ അവയവ മാറ്റിവെക്കൽ രംഗത്തുണ്ടാകുന്ന അവയവങ്ങളുടെ ആവശ്യവും ലഭ്യതയും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് വ്യക്തമാണ്. മനുഷ്യരിൽ പന്നിയുടെ വൃക്കകൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നത് പലരുടെയും സംശയമാണ്. ഇത്തരത്തിലുള്ള ട്രാൻസ്പ്ലാന്റുകളുടെ വെല്ലുവിളി മനുഷ്യ ശരീരം പലപ്പോഴും അവയ്ക്ക് അന്യമായ ടിഷ്യൂ നിരസിക്കുന്നു എന്നതാണ്. ക്ലോണിങ്ങും മറ്റു പല നവീന രീതികളും ഉപയോഗിച്ചതിലൂടെ നിരവധി പുതിയ ജനിതകമാറ്റങ്ങൾ വരുത്തിയത് കാരണം ആൻഡ്രൂസിന്റെ ശരീരത്തിൽ പന്നിയുടെ വൃക്ക പ്രവർത്തനക്ഷമമാണ്. മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷിക്ക് യോജിക്കുന്ന വിധത്തിൽ പന്നിവൃക്കയിൽ ശാസ്ത്രജ്ഞർ ജനിതകമാറ്റം നടത്തിയിരുന്നു. വൃക്ക സൃഷ്ടിച്ച ജെനിസിസ് എന്ന കമ്പനി അവയവത്തിലെ 3 പ്രധാന പന്നി പ്രോട്ടീനുകളെ നീക്കം ചെയ്തിരുന്നു. പന്നിയുടെ വൃക്ക ആൻഡ്രൂസിന്റെ ശരീരം നിരസിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനായി 7 മനുഷ്യജീനുകൾ അതിൽ അവതരിപ്പിച്ചു. കൂടാതെ രോഗിക്ക് ഹാനികരമാകുമായിരുന്ന പന്നി ജീനിലെ ചില വൈറസുകളെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു. ഇതിനു മുൻപ് ഒരിക്കൽ പന്നിയുടെ വൃക്ക മനുഷ്യ ശരീരത്തിലേക്ക് മാറ്റിവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. 2024 മാർച്ചിൽ 62-കാരനായ റിച്ചാർഡ് സ്ലോമാൻ എന്ന വ്യക്തിയുടെ ശരീരത്തിലാണ് പന്നിവൃക്ക മാറ്റിവെച്ചത്. ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെങ്കിലും 2 മാസത്തിനു ശേഷം അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളായിരുന്നില്ല അദ്ദേഹത്തിന്റെ മരണകാരണം.